ചേട്ടാ 9 വയസ്സുള്ള മകളോട് ലൈംഗിക അതിക്രമം കാട്ടിയൊരു 17-കാരനെ ആ പെൺകുട്ടിയുടെ പിതാവ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ കാര്യമായിട്ടുള്ള കേസൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ആ 17 വയസ്സുകാരനെ ഉപദ്രവിച്ച കേസിൽ ഈ പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും ആദ്യം കൊടുത്ത ആ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായെന്നാണ് ഉയരുന്ന ആരോപണം. എന്താണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ? നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രധാനമായിട്ടും പുരോഗമനപരമായി പറയുന്നൊരു കാര്യമാണ് CFOS, അതായത് ചിൽഡ്രൻ ഫസ്റ്റ് ഒഫൻഡേഴ്സ് സെക്കൻഡ്. കുട്ടിയാണ് ആദ്യം, കുട്ടിക്കാണ് പ്രാധാന്യം, കുട്ടിയിലെ കുറ്റവാളി എന്ന് പറയുന്നത് രണ്ടാമതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്കിത് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ, ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരെ കുറ്റവാളിയാണ് എന്ന രീതിയിൽ പൂർണ്ണമായും അർത്ഥത്തിൽ പറയാനും പറ്റില്ല. ഈ രണ്ടുപേരുടെയും ഐഡൻറ്റിറ്റിയും പറയാൻ പറ്റില്ല. ഈ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യവും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിർഭയ കേസ് നടന്നപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഒന്നാണ് കുട്ടികളുടെ പ്രായമല്ല, കുട്ടികളുടെ മനോനില. അതിനനുസരിച്ച് ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിലടക്കം മാറ്റങ്ങൾ, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരെ സംരക്ഷിക്കേണ്ട നിയമങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊന്നും ആ രീതിയിലൊന്നും പിന്നീട് അത് മുന്നോട്ട് പോയില്ല. അതിൻ്റെ കാരണം തന്നെ അറിയാമല്ലോ. നിർഭയ എന്ന് പറയുന്ന ആ യുവതിയോട് ഏറ്റവും ക്രൂരമായി ആ യുവതിയെ ഉപദ്രവിച്ചത് അതിലെ മൈനറായിട്ടുള്ള ആളായിരുന്നു. അയാളെ പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ട ശേഷം അയാൾ കേരളത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജമായിട്ടുള്ള കഥകൾ പ്രചരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രായത്തിൽ താഴെയുള്ള ആൾ, അതായത് ബസ് ഡ്രൈവറുടെ സഹോദരനായിട്ടുള്ള ആളെ കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഇതൊക്കെ പറഞ്ഞത്. ഇയാളാണ് ആ പ്രതി എന്നൊക്കെ. അയാളൊക്കെ രാജ്യം തൂക്കിക്കൊന്നു, നമ്മുടെ നിയമവ്യവസ്ഥ തൂക്കിക്കൊന്നു. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാനും പറ്റുകയുള്ളൂ. ഇതൊക്കെ പരിമിതികളാണ്. ഇപ്പോൾ ഈ ചർച്ച കാണുന്നവർ വിചാരിക്കും എന്താ പേരില്ല, നാളില്ല, ഊരും പേരുമില്ലാത്തൊരു കഥയാണോ എന്നൊക്കെ ചോദ്യം ഉണ്ടാകും. ഇത് വളരെ പ്രസക്തമായി നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കൊച്ചി നമ്മുടെ ഒരു മെട്രോ സിറ്റിയാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ കൊച്ചി നഗരം. അതിൻ്റെ ഒരു കണ്ണായ പ്രദേശമാണ് ഈ കടവന്ത്ര എന്ന് പറയുന്ന അറിയാമല്ലോ. വളരെ തിരക്കുള്ള ഒരു മേഖല. അവിടെ കഴിഞ്ഞ മാസം 25-ാം തീയതി വൈകിട്ട് 4:30-ക്കാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. കടവന്ത്ര സ്റ്റേഷൻ്റെ പരിധിയിലെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആ കടവന്ത്ര സ്റ്റേഷൻ്റെ പരിധി നോക്കുമ്പോൾ അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് ഈ സൈക്കിൾ ചവിട്ടാനും ഒക്കെയുള്ള ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്. എപ്പോഴും തണലാണ് അവിടെ, നല്ല മരങ്ങളുടെ ചോലയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്ന പോലൊക്കെ നമുക്ക് ആ കടവന്ത്ര ഉള്ളിലോട്ട് കയറിയില്ല. ഞാൻ ആ മെട്രോ ഇരിക്കുന്ന ഭാഗമല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖലയാണ്. അവിടെ 2 കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നു. ഒരു കുട്ടിക്ക് 9 വയസ്സ് പ്രായമുണ്ട്, രണ്ടാമത്തെ കുട്ടിക്ക് 7 വയസ്സ് പ്രായമുണ്ട്. രണ്ടും പെൺകുട്ടികളാണ്. ഇവർ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കവേ അവിടേക്ക് മൂന്നാമതൊരാൾ കടന്നെത്തുന്നു. ആ കടന്നെത്തുന്ന ആളുടെ പ്രായം 17 വയസ്സാണ്. അതുകൊണ്ട് അയാളുടെ പേര് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് 18-ൽ താഴെ എല്ലാവരും കുട്ടികളാണ്. 1 വയസ്സ് ഒരു ദിവസത്തെ ഇളപ്പം പോലും ഉണ്ടെങ്കിൽ, അതിൽ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കണക്കാക്കുന്നത് കുട്ടി എന്ന രീതിയിൽ മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വന്നയാൾ ഈ കേസിലെ പരാതി നൽകിയിരിക്കുന്നതിൻ്റെ പരാതിയുടെ രൂപമാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയുണ്ടായി. 9 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമം, അറ്റംപ്റ്റ് അവിടെ നടക്കുകയുണ്ടായി. ഇതിൽ ഭയന്ന് വിറച്ച കുട്ടി സൈക്കിളിൽ നിന്നും വീണു. ഇളയ സഹോദരി ഇത് കണ്ടു. ഇളയ സഹോദരി പിറകിൽ വരുന്ന കാര്യം ഈ പറയുന്ന ഈ ആരോപണം നേരിടുന്ന 17 വയസ്സുകാരൻ കണ്ടില്ല. ആ കുട്ടി ബഹളം വെച്ചതും കണ്ടതോടുകൂടി ഇയാൾ അവിടെ നിന്നും സ്ഥലം വിട്ടു. സ്വാഭാവികമായിട്ടും കടവന്ത്രയാണ്, ഇഷ്ടംപോലെ CCTV ദൃശ്യങ്ങളുണ്ട്. കൊച്ചി സിറ്റിയാണ്, കടവന്ത്ര എന്നല്ല, കൊച്ചി സിറ്റിയാണ്. ഇഷ്ടംപോലെ CCTV ക്യാമറകളുണ്ട്. പോലീസിൻ്റേതുണ്ട്, അതുപോലെ തന്നെ MVDയുടെ ഉണ്ട്,
സ്വകാര്യ വ്യക്തികളുടെയുണ്ട്, അതുപോലെ സ്ഥാപനങ്ങളുടെയുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. സ്വാഭാവികമായും എളുപ്പത്തിൽ പ്രതിയെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോകുന്നില്ല. ഇതാണ് ആദ്യത്തെ ഈ പരാതിയുടെ ഒരു കുഴപ്പം. ഇത് പരാതി ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയില്ല. പകരം കുട്ടിയുടെ പിതാവ് പോലീസിൻ്റെ ജോലി അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വൈകാരികമായി അതിനെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല, അദ്ദേഹം വൈകാരികമായി അതിനെ പ്രതികരിച്ചു. ബുദ്ധിപരമായി പ്രതികരിച്ചില്ല. തലച്ചോറ് കൊണ്ട് തലച്ചോറ് ഉപയോഗിച്ച് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ വലിയ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ ഓടി രക്ഷപ്പെടുന്ന ഈ ചെറുപ്പക്കാരനെ ഈ കുട്ടിയെ 17 വയസ്സുകാരനെ കണ്ടുപിടിച്ചു. അവനെ അദ്ദേഹം പോയി പിടികൂടി. പുറകെ പോയി പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവിടെ ഒരു മൽപ്പിടുത്തം നടക്കും. നമ്മളെ ഒരാൾ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനോട് എതിർപ്പ്, നമ്മുടെ തലച്ചോറ് ബ്രെയിൻ പ്രവർത്തിക്കുകയുള്ളൂ. ബ്രെയിൻ പറഞ്ഞു തരും, നിന്നെ ഒരുത്തൻ പിടിക്കാൻ വരുന്നു. ഒന്നുകിൽ ഓടും, അല്ലെങ്കിൽ നമ്മൾ അതിനോട് എന്ത് ചെയ്യും? ഒരു ഏറ്റുമുട്ടലിന് ശ്രമിക്കും. അവിടെ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ക്ലിയറാണ്. ഈ പറഞ്ഞ അക്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇല്ല. ഏതിൻ്റെ? ഇവൻ ഓടിപ്പോകുന്നതേ ഉള്ളൂ. ഈ കുട്ടിയെ ആക്രമിക്കുന്ന CCTV ദൃശ്യമില്ല. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ഇവനെ പിടികൂടുന്ന, ഈ കുട്ടിയെ പിടികൂടുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു. അതും ഒരു അബദ്ധമല്ലേ? അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ വൈകാരികമായി ഇടപെടാൻ പറ്റും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് മുഴുവൻ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ വൈകാരികമായി ഇടപെടാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുമായി ഏറ്റുമുട്ടലിന് പോകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അയാൾ മരണപ്പെട്ടേക്കാം എന്ന ചിന്തയോടുകൂടി മാത്രമേ ഒരാളെ നമ്മൾ മർദ്ദിക്കാനോ ആക്രമിക്കാനോ പോകാവൂ. കാര്യം ആർക്കൊക്കെ എന്തൊക്കെ അസുഖം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, 10-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ബസ്സിൽ ഇരുന്ന് മരിച്ചുപോയി. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനുശേഷം ഇദ്ദേഹം ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് കടവന്ത്ര സ്റ്റേഷനിൽ കൊടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുൻപാകെ ഹാജരാക്കപ്പെടും. പോക്സോയാണ്, 17കാരനാണെങ്കിലും പോക്സോയാണ്. അങ്ങനെ ഈ കുട്ടിയുടെ മൊഴിയെടുത്തു. ഈ JJ ബോർഡിൻ്റെ മുന്നിലേക്ക് ഇവനെ കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്, എനിക്ക് ചികിത്സ വേണമെന്ന് പറഞ്ഞു. ചികിത്സയിലിരിക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അംഗങ്ങൾ എത്തുകയും ഈ കുട്ടിക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ ജാമ്യം നൽകുകയും ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ കുട്ടിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം പുറത്തെത്തിയ ഇവർ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഇവർ രണ്ടുപേരും ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളാണ്, രണ്ടു കൂട്ടരും. ഇതൊരു ഒത്തുതീർപ്പിനുള്ള ശ്രമം അവിടെ നടക്കുന്നു. 5 ലക്ഷം രൂപ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഓഫർ ചെയ്യപ്പെട്ടു എന്നാണ് അവരുടെ ആരോപണം. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇത്തരത്തിൽ ഓഫർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പിന്തിരിയാൻ ഒരു കാരണവശാലും തയ്യാറല്ല, കുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമമാണ്, അതിനോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് ആ പിതാവും ആ മാതാവും രണ്ടുപേരും വളരെ ബോൾഡായിട്ടുള്ളവരാണ്. അവരുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ രണ്ടു കൂട്ടരും ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, അനുഭാവികളാണ്. അവിടെ മധ്യസ്ഥത വന്നത് സ്വാഭാവികമായും വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ വരണോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ച നടന്നു. അവർ കേട്ടില്ല. ഇതിന് പിന്നാലെ ഈ ഒരു FIR കൂടി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ FIR ആണ് ശില്പ പറഞ്ഞ ഈ പിതാവിനെതിരായിട്ടുള്ള FIR. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന 17 വയസ്സുകാരനെ ശാരീരികമായി ഈ പിതാവ് ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും നോൺ ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം കിട്ടില്ല. കുട്ടികളെ ആക്രമിക്കുക എന്ന് പറയുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പോൾ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് പ്രകാരം ഒഫൻസ് ഇദ്ദേഹത്തിനെതിരെ എടുത്തപ്പോൾ ഇത് വലിയ ചർച്ചയായി. ഒന്ന്, അതിജീവിതയുടെ പിതാവാണ്. ഒരു കുട്ടി, ഈ പറയുന്ന ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു 17 വയസ്സുകാരനാൽ. അങ്ങനെ ആക്രമിക്കപ്പെട്ട് പിതാവ് തന്നെ പ്രതിയെ പിടിച്ചു കൊടുത്തപ്പോൾ പിതാവിനെ പ്രതിയാക്കുന്നു, വാദി പ്രതിയായി മാറുന്നു. അത് വലിയ ചർച്ചയായി.
പ്രത്യേകിച്ച് രണ്ട് ഒരേ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളായിട്ട് നിൽക്കുന്നവർ തമ്മിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാവുകയും ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും 5 ലക്ഷം രൂപ വാങ്ങാൻ തയ്യാറാകാത്ത ഒരാളെ പിടിച്ച് പ്രതിയാക്കാൻ നോക്കുകയും ചെയ്താൽ ആളുകൾ കേൾക്കില്ലല്ലോ. വലിയ പ്രതിഷേധം ഉയരുകയുണ്ടായി. കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു. ഇവിടുത്തെ DCC അധ്യക്ഷനും ഉമാ തോമസ് MLAയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. പ്രതിഷേധം സംഘടിപ്പിച്ചത് അവർക്ക് ഉറപ്പ് കൊടുത്തു, ഇതിൽ നീതിപരമായിട്ടുള്ള കാര്യങ്ങളെ നടപ്പാവുകയുള്ളൂ, തൽക്കാലം ഞങ്ങൾ ഒരു നടപടിയിലേക്ക് പോകില്ല എന്ന് കടവന്ത്ര പോലീസ് ഉറപ്പ് കൊടുത്തു. പക്ഷെ ആ ഉറപ്പ് ഈ കുടുംബം വിശ്വസിച്ചില്ല. അവർ നേരെ CPക്ക് പോയി, CPയുടെ മുമ്പാകെ പോയി. CP എന്ന് പറയുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചി സിറ്റി. അപ്പോൾ അദ്ദേഹം പുട്ടാ വിമലാദിത്യ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. തങ്ങളാണ് ശരിക്കും ഇരകൾ, തങ്ങളെ വേട്ടയാടുന്നു, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അവർ കൊടുത്തിരിക്കുന്ന പരാതി. അദ്ദേഹം ഇത് ACP രാജ്കുമാറിന് കൈമാറി. രാജ്കുമാറിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. രാജ്കുമാർ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ നിലവിൽ കടവന്ത്ര SI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ് ഇനി SI അന്വേഷിച്ചാൽ പോരാ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ കേസെടുത്ത് അദ്ദേഹം കടവന്ത്ര CIക്ക് കൈമാറി. ഇനി ഈ കേസ് CI അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ കുട്ടികളാണെങ്കിലും ക്രൈമുകൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ധാരാളമായി വർദ്ധിച്ച് വരുന്നുണ്ട്. പണ്ട് ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ നിൽക്കുന്ന സമയത്ത് ചാല് പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ കുറച്ച് കുട്ടികളെക്കുറിച്ചാണ് ഞാനന്ന് ചെയ്തത്, ആ സ്റ്റോറി ചെയ്തത്. ചാല് പോകുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇവർ ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഇവരുടെ ബാഗിൽ കരുതിയിരിക്കും. ഇവർ നേരെ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇവരിങ്ങനെ കറങ്ങി നടക്കും, പ്രൈവറ്റ് ബസ്സുകാർക്കൊപ്പം. അതിൻ്റെ ക്ലീനർ ഇല്ലാത്ത സമയത്ത് ഇവർ ക്ലീനറാവും, അതായത് ബെല്ലടിച്ചു കൊടുക്കും. ഇവർക്കിതൊരു രസമായി മാറി. ചാല് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഒരു ട്രിപ്പാണ്. ഇപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എടുക്കുന്ന ഒരു വണ്ടി വൈറ്റില വരെ വരികയാണെങ്കിൽ അതൊരു ചാലാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. ഇത് പക്ഷേ ഒരു ക്രൈമാണ്, കുട്ടികളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വശം ചെയ്തത് കുട്ടികളെ കൊണ്ട് തന്നെ ഈ എതിരാളികളെ ആക്രമിപ്പിക്കുന്നു. എതിരാളികളെ കുട്ടികൾക്ക് ഒരു സംഘം ചേർന്നുകൊണ്ട് എതിരാളിയായിട്ടുള്ള ഈ കൊച്ചി സിറ്റിയിലെ ഗുണ്ട ഏതെങ്കിലും ഇവർക്ക് കുടിപ്പക ആരോടെങ്കിലും ഉണ്ടായിരിക്കും, അവരെ ഈ കുട്ടികളെ വെച്ച് ആക്രമിപ്പിക്കുക. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? കുട്ടികളായതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിക്കും. കുട്ടികൾ ഉറപ്പ് കൊടുത്താൽ, കുട്ടികൾ തീർത്തും ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങളുടെ പേരെ ഞങ്ങൾ പറയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീടുള്ള ഓരോ കടന്നു പോകും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ MDMAയുടെ സെയിൽ പോലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി ആ കാര്യത്തിൽ ഉൾപ്പെട്ടെന്ന് പറയുകയല്ല, മറിച്ച് കുട്ടികളെ ഉപയോഗിച്ചുള്ള ക്രൈമും കുട്ടികൾ നടത്തുന്ന ക്രൈമും ഒട്ടും കുറവല്ല സിറ്റിയിൽ. ശരി.